മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. എന്താണ് ഓണാഘോഷം? അതിനെപ്പറ്റി അതിൻ്റെതായ വക്താക്കൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ മുളഫർ രാജാവ് പോലെയുള്ള ഷിയ വിശ്വാസക്കാരായ ആളുകളാണ് പണ്ട് കാലത്ത് നബിദിനം ആഘോഷിച്ചിരുന്നത്. എന്നാൽ പണ്ട് കാലത്തെ പൂർവ്വസൂരികളായ ഇസ്ലാമിൻ്റെ ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇരുപൽ ഭരിച്ചവനാണ് വന്ദരമിഷ്ടനാ. ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ്, ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നില്ല. എന്തേ കാരണം എന്ന് വെച്ചപ്പോ മൂപ്പര് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്. യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത്, അലോ ഉദ്ഖുലൂ ബിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് കയറിക്കൊള്ളണം. ഹാഫ് അത് മുട്ടാൻ പ്ലേറ്റ്, ചിക്കൻ ബിരിയാണി ഹാഫ്. ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളൂ. ഓണാഘോഷമുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നബിദിന പരിപാടിയുണ്ട്, ക്രിസ്മസും ഉണ്ട്, പള്ളി പരിപാലനുണ്ട്. ഇതെവിടെ നട കിട്ടിയത്? പറ്റൂല മോനെ, പറ്റൂല. ഇസ്ലാം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, the received religion near the Allah, Islam only. അത് നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ സ്നേഹം അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അസ്സലാമു അലൈക്കും. ഇദ്ദേഹത്തിൻ്റെ പേര് അനസ് എന്നാണ് തോന്നുന്നുണ്ട്. ഇദ്ദേഹം മറ്റു ഇതര മതവിശ്വാസികളായ സഹോദരങ്ങളായ ആളുകൾ അവരുടെ വിശ്വാസപ്രകാരവും മതാചാരപ്രകാരവും വരുന്ന ആഘോഷങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ രൂപത്തിൽ നമ്മൾ അവരെ പിന്തുടരരുത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു ആഘോഷത്തിനെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഓണം എന്നുള്ളത് നമ്മുടെ സഹോദര മതസ്ഥർ അവർ ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ആളുകളുടെ ആ ഒരു വിഷയമൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓണം, ക്രിസ്മസ് എന്നുള്ളതൊക്കെ. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഹോദരങ്ങളെ ഈശോ മിശിഹായുടെ ജന്മദിനം പ്രമാണിച്ച് ആണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഡേറ്റിലോ മറ്റോ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ പോലും അവർ ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്ന പ്രവാചകന്മാരിൽ പല പ്രത്യേകതകളും നൽകിയ ഈസബിന് മറിയം, ആ ഈസബിന് മറിയമിനെ തന്നെയാണ് അവർ ഈശോ മിശിഹായായിക്കൊണ്ട് അല്ലെങ്കിൽ യേശു ആയിക്കൊണ്ട് അവർ കാണുന്നതും മനസ്സിലാക്കുന്നതും. നമുക്ക് യേശു തന്നെയാണ് ഈസ എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കിയ ആ ഒരു പ്രവാചകൻ അത് ഈസാ നബി ആയിരുന്നു. അവർ കുരിശിലേറ്റപ്പെട്ടത് ആര്, എന്ത്, അതിലൊക്കെ തർക്കങ്ങളുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഇത് പറയുന്നില്ല, എന്തായാലും അതല്ല നമ്മളുടെ വിഷയം. അപ്പോൾ യേശു എന്ന് പറയുന്ന ഈസാ നബിയുടെ ജന്മദിനാഘോഷമാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ല? അതൊരു പ്രവാചകനല്ലേ. ഇനി അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാതെ ആ ഒരു അർത്ഥത്തിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അത് ആഘോഷിക്കുന്നില്ല എന്നുള്ള ആ ഒരു സംശയമുണ്ട്. ഇവിടെ ഇതൊക്കെ പറയുന്നത് എന്തിനാണ് പ്രിയമുള്ളവരെ? നബിദിനം എന്ന് പറയുന്ന ഇല്ലാത്തൊരു ആഘോഷമാക്കി കൊണ്ടുവരാനല്ലേ. 2 ഈദുകളുണ്ട് അല്ലേ? ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ആ 2 പെരുന്നാളുകൾ ആഘോഷിക്കുന്നത് സംബന്ധമായിക്കൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഒരു തർക്കവുമില്ല. റമദാൻ വന്നു കഴിഞ്ഞാൽ ആ റമദാൻ തീരുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലൂടെയാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ കഴിഞ്ഞുപോയി. ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് കർമ്മത്തോടനുബന്ധമായിക്കൊണ്ട് ഹജ്ജിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹാജിമാരെ അർഫയിൽ സംഗമിക്കുകയും അത് കഴിഞ്ഞ് അവർ അറവ് നടത്തുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ദിനം നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഹജ്ജിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളും ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ആ ആഘോഷത്തിൻ്റെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പിന്നെ ഉള്ളത് ചില ആളുകൾക്ക് തർക്കമുള്ളത് ഈദ്ഗാഹിലേക്ക് പോകണമെന്ന് പെരുന്നാൾ നിസ്കാരത്തിന്, അതോ പള്ളിയിൽ തന്നെ വേണോ എന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് ആഘോഷിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പെരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന 2 ആഘോഷങ്ങൾ, ഒന്ന് ചെറിയ പെരുന്നാളാണ്, 2
ബലിപെരുന്നാളാണ്. ഇതല്ലാത്ത ഒരാഘോഷം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. ഇല്ലാത്തൊരാഘോഷം ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ ഇങ്ങനെയുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഓണം എന്നുള്ള ആ ഒരു വിഷയത്തിൽ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ഒരു മൗലവി അത് സംബന്ധമായിക്കൊണ്ട്, മറ്റാരുമല്ല സിറാജുദ്ദീൻ ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മൗലവി അത് സംബന്ധമായിക്കൊണ്ട് സംസാരിക്കുന്ന ചെറിയൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓണം ഒരു ചർച്ചയാണല്ലോ. എന്താണ് ഓണാഘോഷം? അതിനെപ്പറ്റി അതിൻ്റെതായ വക്താക്കൾ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഗവതത്തിൽ ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രവണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി. സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. അങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ല. അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. ഇതാണ് ഓണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു യഥാർത്ഥ മുസ്ലിം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനയെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിമിന് ഈ പറഞ്ഞതിൽ ഒന്നിനോട് പോലും അംഗീകാരമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? മറിച്ച് ഇതെല്ലാം തെറ്റാണ്, ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് വരൂ എന്ന് സമൂഹത്തിന് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ ഇതിന്റെ കൂടെ കൂടിക്കൊടുത്താൽ നാം നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ കാര്യം നമ്മൾ ആലോചിക്കുക. നമ്മുടെ വിശ്വാസ ആദർശങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഒരു കാട്ടിക്കൂട്ടൽ ആർക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? മറ്റൊരു സമൂഹത്തിന്റെ, മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽപ്പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും, ഓണാഘോഷമാകട്ടെ, ക്രിസ്തുമസ് ആകട്ടെ, വേറെ ഏത് വിഷയമാകട്ടെ, അത് ഈ വിഷയത്തിലും വരികയില്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. ഒരു ഉടുമ്പിന്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും. ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ? അപ്രകാരം ഇസ്ലാമിന്റെ ആളുകൾ, മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും ബഹുദൈവാരാധനയുമായും ബഹുദൈവാരാധകരായ ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യപ്പെട്ട് അവരുടെ കൂടെയാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകന്റെ താക്കീദിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിലക്കും ശ്രദ്ധയില്ല എന്നാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പ്രിയമുള്ളവരെ, നബിദിനാഘോഷം സംബന്ധമായിക്കൊണ്ട് ഷാഫി സ്വബാഹി എന്ന് പറയുന്ന അനുഗ്രഹീത പ്രാസംഗികൻ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടുവരാം. എന്താണ് ഇത് തമ്മിലുള്ള ഭിന്നാഭിപ്രായം വരുവാനുള്ള കാരണം, സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഷാഫി സ്വബാഹിയുടെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി, അതൊക്കെ പല ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു പ്രാസംഗികനാണ്. നല്ലൊരു ശൈലിക്ക് ഉടമയാണ്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളാലോചിച്ചൊക്കെ ആഹാരത്തിൽ പഠിച്ചും പറയാ, നബിദിന ആഘോഷിച്ചവരൊക്കെ ഒരു ഭാഗത്തേക്ക്, ആഘോഷിക്കാത്തവരൊക്കെ മറുഭാഗത്ത് നിൽക്കാൻ. റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാത്തവര് അപ്പൊ ആരുണ്ടാവുക? ആഘോഷിച്ച ആൾക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ശൈഖുനമാരുൾപ്പെടെ, ഇറാനിലെ ഷിയാക്കൾ ഉൾപ്പെടെ, അങ്ങനെ പോയ ഫാത്തിമിയാക്കള്, മുദഫർ രാജാവ്, മുല്ല ഉമറിന്റെ അവിടെ സ്റ്റോപ്പ്. ഫാത്തിമിയ ഖിലാഫത്തിലെ ഷിയ വിശ്വാസിയായ മുല്ല ഉമറാണ് തുടങ്ങിയത്, അവിടെ സ്റ്റോപ്പായി. ഇനി ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടക്കമുള്ള സഹാബത്തുൽ കിറാം, താബിഈങ്ങള്, തബഉ താബിഈകള്, ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലിക്കി ഇമാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അത് ആഘോഷിക്കാത്തവരും ഈ മുല്ല ഉമർ മുതലുള്ള ആളുകളൊക്കെ ആഘോഷിച്ചവരും. എന്നിട്ട് നമ്മൾ പറയാണ് ഈ റസൂലും സഹാബത്തുള്ള മേഖലൊക്കെ പുത്തംവാദികളാണ്. മുല്ല ഉമർ, മുദഫർ രാജാവൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ കെട്ടിപ്പിടിക്കുകയാണ്, അവരുടെ പാതയിൽ ഞങ്ങൾ പോവാൻ. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ. ഓക്കെ,
ഇവിടെ നേരത്തെ ആ ഉസ്താദ് മുസ്ലിയാര് അദ്ദേഹം പറഞ്ഞത് ഓണാഘോഷം, അതുപോലെ തന്നെ ക്രൈസ്തവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ആഘോഷം, അതിനെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പിന്നീട് അവർ ആഘോഷം എന്ന് പറയുന്നത് അതൊന്നുമല്ല, നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നബിദിനം എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ്. ആ ഒരു വിഷയത്തിൽ രണ്ട് വീക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈദുകളിൽ അങ്ങനത്തെ ഒരു ഭിന്നതയില്ല, എന്നാൽ നബിദിനത്തിൻ്റെ കാര്യത്തിൽ സംഭവം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഷാഫി സ്വബാഹി പറഞ്ഞ ആ ഒരു വിഷയം എടുത്ത് നോക്കൂ നിങ്ങൾ. നബിദിനം ആഘോഷിക്കാത്തവർ മുബ്തദികളാണ്, ബിദഅകളാണ് എന്നാണ് ഇവിടെ ചില ആളുകൾ, തൽപര കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷാഫി സ്വബാഹി പറയുന്നത് എന്താണ്? നബിദിനം ആഘോഷിച്ച ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കുക, നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കുക, എന്നിട്ട് നമുക്കൊന്ന് വിലയിരുത്താം എന്നുള്ളതാണ്. ഇവിടെ മുലഫർ രാജാവ്, മുല്ല ഉമർ മുതൽ മുലഫർ രാജാവ് ഫ്രഞ്ചുകാരുടെ തടവറയിൽ കിടന്ന് മരിക്കുന്നത് വരെ മൗലീദ് കഴിച്ചിരുന്ന, അത് തഴവ പറഞ്ഞതാണ്, ഞാൻ ഈ പാടാൻ പോകുന്നില്ല, പാട്ടെല്ലാവർക്കും അറിയുന്നതാണ്. മൗലീദ് കഴിക്കുന്നന്നാടയ്യായിരം എന്നൊക്കെയുള്ള പാട്ടില്ലേ, കേട്ടിട്ടില്ല? എല്ലാവരും കേൾക്കാത്തവരുണ്ടെങ്കിൽ പറയാം, നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം, സമയം ദീർഘിച്ചു പോകാതിരിക്കാനാണ്. അപ്പോൾ മുലഫർ രാജാവ് പോലെയുള്ള ഷിയ വിശ്വാസക്കാരായ ആളുകളാണ് പണ്ട് കാലത്ത് നബിദിനം ആഘോഷിച്ചിരുന്നത്. എന്നാൽ പണ്ട് കാലത്തെ പൂർവ്വസൂരികളായ ഇസ്ലാമിൻ്റെ നിറകുടങ്ങളായ പണ്ഡിത ശ്രേഷ്ഠന്മാരായ സഹാബത്ത്, താബീങ്ങൾ, തബൗതാബീങ്ങൾ, സലഫുസാലിഹീങ്ങൾ അല്ലേ, അത് കഴിഞ്ഞ് അയിമ്മത്തിൻ്റെ ഉലമാക്കള്, ഇമാമുമാര്, അങ്ങനെ എത്ര ആളുകളുണ്ട്. അവരൊന്നും ആഘോഷിക്കാത്തൊരാഘോഷം ഷിയാക്കൾ ആഘോഷിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ കൂടുക എന്നുള്ളതല്ലേ ഇവിടെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി കേൾക്കാനുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പുത്തനാചാരം. പ്രിയമുള്ളവരെ, പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഫത്വൽ മൊയ്നിന്റെ ഹാഷിയ സയ്യിദ് ബക്രിയുടെ യാനത്ത് താലിബീനിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാ. ഇത് ഫത്വൽ മുഈനിന്റെ അടിസ്ഥാനമാക്കിയാണ് ഷാഫി സ്വബാഹി പറയുന്നത്. എന്നാൽ പറയട്ടെ പ്രിയമുള്ളവരെ, ഫത്വൽ മുഈൻ ഒന്നും ഓതാത്തവരും, പള്ളി ദർസിലാണല്ലോ ഇപ്പോൾ ഫത്വൽ മുഈനൊക്കെ ഓതുന്നത്, അതൊന്നും ഓതാത്തവരും കേൾക്കുന്നതാണ്. എന്ത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് തന്നെയല്ലേ ഇപ്പോൾ ഇദ്ദേഹം ഫത്വൽ മുഈനെ അടിസ്ഥാനമാക്കിയിട്ടും പറഞ്ഞത് ഇല്ലേ? അപ്പോൾ ഇത് ഇല്ല, ഹിജ്റ 300 മുമ്പേ നബിദിന ആഘോഷമില്ല, അല്ലെങ്കിൽ മൗലൂദ് ആഘോഷമില്ല. മൗലൂദ് കഴിക്കൽ പിന്നെ ആരാ തുടങ്ങിയെന്നൊക്കെ താഴ്വ പറയുന്നുണ്ട്, അവിടേക്കൊന്നും പോണ്ട. ഷാഫി സ്വബാഹി പറയട്ടെ. ഇതാണ് അൽ മവാഹിബുൽ ജലിയ. ഇതില്ലാത്ത ഇത് മിക്ക പ്രഭാഷണങ്ങൾ ഉസ്താദ്മാർ ഉദ്ധരിക്കലുണ്ട്. അറിയോ? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മുമ്പ് പതിവില്ല, 300 കൊല്ലം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോ ചിലർ പറയും അത് മുജാഹിദുകൾ അതിന്റെ ബാക്കി വരി കട്ടതാണ്, അങ്ങനെ പറയാറുണ്ട്. അത് മുജാഹിദീങ്ങൾ ഇപ്പം ഞാനൊക്കെ വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാണിക്കാത്തതുകൊണ്ടാണ്. സിംസാർ ലഖൂദവിയുടെ വീഡിയോ കാണിക്കുമ്പോൾ അത് ബിദഅത്ത് തന്നെ, പക്ഷേ ആ പക്ഷേ കേൾപ്പിക്കണം എന്ന് പറയും. ബിദഅത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ആ ബിദഅത്തിനെ കുറിച്ചല്ലേ പറയേണ്ടത്, ഇല്ലേ? ഇവിടെ തഴവയുടെ ഗ്രന്ഥം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പാടാതിരുന്നത് ഷാഫി സ്വബാഹി അത് വ്യക്തമായിക്കൊണ്ട് അത് പാടി തന്നെ വിശദീകരിച്ചിരുന്നുണ്ട്. ഇനിയുള്ള വരികളാണ് ബഹുരസം. നമ്മൾ പലതവണ പറഞ്ഞതാണ്, അനസുസ്താദ് എങ്കിൽ ഇതൊക്കെ ഒന്ന് കേട്ടോക്കിയും എന്നിട്ട് നിങ്ങളുടെ അഹ്ലുസുന്നയുടെ പടവാളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന തഴവ പറഞ്ഞത് എന്താണ്, ഇതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കേട്ടൂടെ ഇല്ലേ? കേട്ടോക്കാണി നാട്ടുകാരെ. ഞാനിത് പറഞ്ഞാലും ഉസ്താദ്മാര് പറയും ബാക്കി കട്ടതാൻ, പക്ഷെ കേട്ടവർക്ക് അറിയാലോ വരി ഉണ്ടോന്ന്. ആ വരി എന്തെന്നറിയോ? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇറുബൽ ഭരിച്ചവനാണ് ബന്ധർനിഷ്ഠനാ. ഇർബലിന്റെ ഭരണാധികാരി മുദഫർ എന്ന് പറയുന്ന രാജാവ്. ഈ ബാക്കി വരി കട്ടെന്ന് പറയുന്നത് എന്തിനെന്നറിയോ? ഇത് പണ്ടേ ഉണ്ട്. മുദഫർ രാജാവ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നാൻ ശ്രമിക്കാനാണ്. പക്ഷെ സത്യത്തില് മുദഫർ രാജാവ് ഇർബൽ ഭരിച്ചത് 300-ാം കൊല്ലത്തിലല്ല.
പിന്നെ എന്നാ ഭരിച്ചേ? ഞാൻ പറഞ്ഞത് വേണ്ട, നിങ്ങൾ ഷാഫി മദ്ഹബ് വരെ ഉൾക്കൊള്ളുന്ന തഫ്സീറാണ് ഇബ്നു കസീർ. അതിന്റെ ഓദറായ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്ര ഗ്രന്ഥമാണ് അൽ ബിദായ വന്നിഹായ. അതിന്റെ അത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, CM മടവൂരിനെ പോലെയുള്ള ആളുകള് ഓലാണ് ഈ ലോകമൊക്കെ പാടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാന്തോര AP അബൂബക്കർ മുസ്ലിയാരും ഈ പറയപ്പെട്ട ഇമാമിനെ തന്നെയാണ് എടുക്കല് ഇല്ലേ? ആ ഇമാമ് പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ആ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ CM മടവൂരിനെ പോലെയുള്ള ഔലിയാക്കൾ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഫൽ മുദബ്ബിറാത്തി അംറ അതവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് മാത്രം എടുക്കും, എന്തുകൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് എടുക്കാത്തത്? ഷാഫി സ്വഭാവി പറയട്ടെ. അതിന്റെ ഇൻഡെക്സ് സബ്ജക്ട് ബേസ്ഡ് അല്ല. ഹിജറ വർഷത്തില് ഹിജറ 604 എന്ന് പറയുന്ന ബാബിൽ കാണാം. ഹിജറ 604 ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നുപോയ ഹാഫിൽ ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രവാചകന്റെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും ഹിജറ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുദഫർ രാജാവ് കെങ്കേമമായി ആഘോഷിച്ചു. അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് 300-ാം വർഷത്തിൽ ഭരണം നടത്തിയത് ഫാത്തിമിയാക്കലാൻ. ആ കാലഘട്ടത്തിലാ കൊണ്ടുവരണേ. താങ്ക് യു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആളുകൾക്ക് മുന്നിലേക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും പറയുവാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇതെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിദിനം ആഘോഷിക്കൽ സ്വഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ? നമ്മൾ ആഘോഷിക്കും. താബഈങ്ങൾ, താബഈങ്ങൾ അവരിൽ ഇജ്മാ ഉണ്ടോ? അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ, ഇവർ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളൊക്കെ എടുത്തുകൊണ്ടാണ് നബിദിനം എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു ബിദ്അത്തായ ഒരു കാര്യം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാറുള്ളത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, അത് ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ അതിനു വേണ്ടിയിട്ട് എടങ്ങേറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനിയും പല പണ്ഡിതന്മാരും പല പ്രാസംഗികരും നമുക്ക് മുമ്പിലേക്ക് ഇത് വിശദീകരിച്ചുകൊണ്ട് പല വിഷയങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാം. പ്രിയമുള്ളവരെ, എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, വീഡിയോ കാണുന്ന ആളുകൾ ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനൊക്കെ സഹായിക്കുക. ഇങ്ങനെ പറയാൻ കാര്യം, ഇത് നിലച്ചു പോകരുത് എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ്. ഇന്ന് എന്നെ സാധാരണ വിളിക്കുന്ന ഖത്തറിൽ ജോലി ചെയ്യുന്ന സഹോദരൻ, അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ട്. അദ്ദേഹം ഇന്നലെ വിളിച്ചിരുന്നു, എങ്ങോട്ട് മണ്ണാർക്കാട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ, സാഹിബേ, നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പോൾ നിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് ഒരിക്കലും നിന്ന് പോകരുത്, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാനിങ്ങനെ പറയുന്നത് വീഡിയോ ഓടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് മുമ്പിലേക്ക് വീഡിയോകൾ എത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്തുകൊണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.